നവജാത ശിശുക്കൾക്ക് ഒരുപാട് പേര് കണ്ണെഴുതുന്നുണ്ട്. കൈ കുഞ്ഞുങ്ങൾക്ക് ഡെഫിനറ്റ്ലി നോട്ട് അഡ്വൈസബിൾ. കുഞ്ഞുങ്ങളുടെ സ്കിൻ ഭയങ്കര ഡെലിക്കേറ്റ് ആണ്. അതേപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ നമ്മുടെ കണ്ണിലെ കൺജങ്ക്റ്റൈവൽ ലെയർ എല്ലാം ഭയങ്കര ഡെലിക്കേറ്റ് ഏരിയാസ് ആണ്. ഓക്കെ. അപ്പം ഓരോ പ്രാവശ്യം നമ്മൾ കരി എഴുതുമ്പോൾ ആ. എസ്പെഷ്യലി നമ്മൾ വാങ്ങുന്ന കരി ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് ദർ ആർ ചാൻസസ് ഓഫ് അലർജി, ദർ ആർ ചാൻസസ് ഓഫ് ഇൻഫെക്ഷൻ. അതുകൊണ്ടാണ് പറ്റുന്നത്ര കുഞ്ഞുങ്ങൾക്ക് കരി എഴുതരുത് എന്ന് പറയുന്നത്. അപ്പൊ വാങ്ങുന്നതിന് പകരം നമ്മള് വീട്ടിലൊക്കെ പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്താലോ കരി? അതിലാണെങ്കിലും നമ്മൾ കരി ഉണ്ടാക്കുന്നത് ഇറ്റ്സ് ബേസിക്കലി കാർബൺ. ഓക്കെ. അപ്പം ഒരു കാർബൺ കമ്പൗണ്ട് നമ്മൾ നേരെ കണ്ണിൻ്റെ അകത്തേക്ക്, അതും ഇത്ര ഒരു ഡെലിക്കേറ്റ് സ്കിൻ, ഡെലിക്കേറ്റ് കൺജങ്ക്റ്റൈവ ഉള്ള ഒരു സ്ഥലത്താണ് നമ്മൾ കരി തേക്കുന്നത്. ഓക്കെ. അപ്പം അതുകൊണ്ട് ഇറ്റ് ഇസ് നോട്ട് അഡ്വൈസബിൾ. അപ്പോഴും കുട്ടികൾക്ക് അലർജിയും ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ നല്ല ഹൈ ചാൻസ് ഉണ്ട്. തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് മാക്സിമം തീരെ ചെറിയ ഒഴിവാക്കുക. കുഞ്ഞുങ്ങൾക്ക് മാക്സിമം ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. അടുത്ത 10 വർഷത്തിൽ WHO ഡേറ്റ പ്രകാരം പകുതിയിലേറെ ആൾക്കാർ ഡയബറ്റീസിൻ്റെ ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടും. ഇപ്പോൾ ഡയബറ്റീസ് ഉള്ള ഒരാൾക്ക് ഡയബറ്റീസ് വരുന്നതിന് മുമ്പേ ഉള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ സാധ്യമാണ്. അതും നിങ്ങൾ ഇപ്പോൾ കഴിക്കുന്ന ഫുഡ് ഐറ്റം നിലനിർത്തിക്കൊണ്ട് ചെയ്യാനും സാധ്യമാണ്. ഡയബറ്റീസിൽ മാത്രമല്ല, ഫാറ്റി ലിവർ, ഹൈപ്പർ ടെൻഷൻ, PCOD, പിന്നെ അമിതവണ്ണം, ഇതിലെല്ലാം ഇത് സാധ്യമാണ്. എൻഡോക്രൈനോളജിസ്റ്റ് മുതൽ കാർഡിയോളജിസ്റ്റ് വരെയുള്ള പല ഡോക്ടേഴ്സും ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമാണിത്. സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം.